അലി ലാരിജാനിയുടെ പകരക്കാരനെ തിരഞ്ഞെടുത്ത് ഇറാൻ. ഇസ്രായേലികൾക്ക് സ്വന്തം നാട്ടിൽ നിക്കപ്പുറതിയില്ലാത്തൊരവസ്ഥയിലാണ് ഇറാൻ ബോംബിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം ഒന്ന് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം ഇസ്രായേലികൾ. ട്രംപും നെതന്യാഹും മാറി മാറി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാൻ ഇതൊന്നും കേൾക്കാത്ത ഭാവത്തിലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ ആവനാഴിന്ന് എത്രത്തോളം മിസൈലുകൾ എടുത്തിട്ടും തീരുന്നുമില്ല. അതൊക്കെ പോട്ടെ, അതിൻ്റെ ഇടക്കാണ് അമേരിക്കയുടെ ടെക്സസിൽ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയിൽ ബോംബ് പൊട്ടി അവിടെ മൊത്തത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. FBI ഒരു തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ ഇട്ടതാണോ അതോ വേറെ വല്ലവരും ഇവിടെ കൊണ്ടിട്ടതാണോ എന്നുള്ള അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകട്ടോ. തുടക്കത്തിൽ തന്നെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചെയ്തിട്ട് കാണുക. നമുക്ക് നേരെ വാർത്തയിലോട്ട് പോകാം. വാർത്തയല്ല, നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റിലോട്ട് പോകാം. മുഹമ്മദ് ബഖർ സൊൽഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ IRGC സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചീഫായിട്ട് ഇറാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അലി ലാരിജാനിയുടെ പകരക്കാരനാണ്. പേര് മുഹമ്മദ് ബഖർ സൊൽഖാദർ എന്ന പേര്. കുറച്ച് ഡിഫറെൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു പേരല്ല. 1980 മുതൽ ഇറാൻ്റെ IRGCയുടെ ഭാഗമാണ്. IRGCയുടെ കമൻറ്റോ ആയിട്ടായിരുന്നു ആദ്യം സ്ഥാനത്ത് വന്നിരുന്നത്. അതിനുശേഷം അസോസിയേറ്റ് ചീഫായിട്ട് വന്നു. പിന്നെ ഒരുപാട് IRGC ഓപ്പറേഷൻസിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. മിലിറ്ററി കരിയറാണ്. 1980s സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007 IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡറായിട്ടാണ് പിന്നെ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഡെപ്യൂട്ടി ചീഫായിട്ട് പിന്നെ ജനറൽ സ്റ്റാഫ് ഓഫ് ഇറാൻ, അതുപോലെ തന്നെ ആംഡ് ഫോഴ്സ് ഓഫ് ഇറാൻ്റെ, അതുപോലെ ബാസിജ് നമുക്കറിയാം ഇറാൻ്റെ മറ്റൊരു ഗ്രൂപ്പാണ്. ഇതിൻ്റെയൊക്കെ ഡെപ്യൂട്ടി ചീഫായിട്ട് നിയമിച്ചു. അതിനുശേഷം ഇപ്പം 2026 അലി ലാരിജാനിയുടെ മരണത്തിന് ശേഷം ഇപ്പം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ചീഫായിട്ട് പുള്ളിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു വാർത്ത പറയാനുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സമയത്ത് തന്നെ സത്യത്തിൽ ഇസ്രായേലിലെ ആക്രമണങ്ങൾ ഇറാൻ 4 ഇരട്ടിയായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ടെല്ലവീവിലും ജെറുസലേമിലും ഹൈഫയിലും ഒക്കെ വികുന്ന മിസൈലുകൾക്ക് കയ്യും കണക്കില്ലാത്ത അവസ്ഥയിലാണുള്ളത്. ഒരു ദിവസം തന്നെ അതായത് പണ്ടൊക്കെ 100, 200, 300 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇറാൻ വിട്ടുകൊണ്ടുണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പം ഇറാൻ വിട്ടുകൊണ്ടിരിക്കുന്നത് 1000, 2000 കിലോഗ്രാം, അതായത് ഒരു 1 ടൺ 2 ടണ്ണൊക്കെ സ്ഫോടക വസ്തുക്കളാണ് ഇങ്ങോട്ട് വിടുന്നത്. അതിൻ്റെ ഫോട്ടോസും മാപ്പും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ടെൻഷനാവും. ആ രീതിയിലാണ് ഇവരിപ്പം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ പരമോന്നത നേതാവിനെ തന്നെ നിങ്ങൾ ആദ്യം ഇല്ലാണ്ടാക്കി, കൂട്ടത്തിൽ 200-207 കുട്ടികളെ നിങ്ങൾ കൊന്നൊടുക്കി, അതിനുശേഷം നിങ്ങൾ യുദ്ധം ഈ അവസ്ഥയിൽ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നോക്കി നിൽക്കുന്ന കാര്യമില്ല. മറ്റ് പല കമൻറ്റോസിനെ നിങ്ങൾ ഇല്ലാണ്ടാക്കി. അലി ലാരിജാനിനെ പോലത്തെ അങ്ങനെ ഒരുപാട് പേരെ നിങ്ങൾ ഇല്ലാണ്ടാക്കിയ ഒരു രാജ്യമാണ് ഇറാൻ അല്ലേ. അപ്പോൾ അവർക്ക് തിരിച്ച് അവർ ഏതൊക്കെ രീതിയിൽ അടിക്കുമെന്ന് അമേരിക്ക വിചാരിച്ചത് അല്ലെങ്കിൽ ഇസ്രായേൽ വിചാരിച്ചതല്ല. തുടക്കത്തിൽ റെജീം ചേഞ്ച് എന്നും പറഞ്ഞു വന്നു. റെജീം ചേഞ്ച് ആവുന്നില്ല എന്ന് കണ്ടു. പിന്നെ നിങ്ങളുടെ ന്യൂക്ലിയർ പവർ കംപ്ലീറ്റ് ഏരിയാസ് തന്നെ ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതും തീർന്നിട്ടില്ല എന്ന് ഇറാന് നല്ല ഉറപ്പുണ്ട്. ഇപ്പം അതും അമേരിക്കയ്ക്ക് നല്ല ഉറപ്പുണ്ട്. അതിനുശേഷം ഇറാനിലെ റെജീം ചേഞ്ചിന് അവിടുത്തെ ജനങ്ങളെ കുറേയൊക്കെ വീണ്ടും കുത്തിത്തിരിച്ച് വിടാൻ നോക്കി. അതും നടന്നില്ല. പിന്നെ ഹോർമോസ് കടലിടുക്ക് വിട്ടു തരണം, അതിന് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളെ വിളിച്ചു നോക്കി. ആരും വന്നില്ല. അതിനുശേഷം ഹോർമോസ് കടലിലേക്ക് ഞങ്ങൾ തന്നെ ഏറ്റെടുക്കും 48 മണിക്കൂറിനോടെന്ന് പറഞ്ഞ് അതും ആരും കേട്ടില്ല. അമേരിക്ക പറഞ്ഞു, അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞു ഇറാൻ്റെ എല്ലാം തീർന്നു, ഇറാൻ്റെ കയ്യിലുള്ള എല്ലാം തീർന്നു, ഇനി ബാക്കി അവശേഷിക്കുന്ന 5-10% മിസൈലുകൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതുമെല്ലാം ഇറാൻ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്ന് കാര്യമായിട്ട് പറയാനുള്ള 1-2 അപ്ഡേറ്റുകൾ പറയാം. ടെക്സസിലുള്ള എണ്ണ ശുദ്ധീകരണശാലയിൽ വൻ തോതിലുള്ള സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതിനനുബന്ധിച്ചിട്ട് നല്ല രീതിയിലുള്ള തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇറാനും തമ്മിലുള്ള ബന്ധം FBI അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്ഫോടനം ഇന്നലെ മാർച്ച് വൈകിട്ട് 7 മണിയോടെയാണ് ഇതുണ്ടായിട്ടുള്ളത്. ടെക്സസിലെ വലേറ പോർട്ട് ആർത്തർ എന്ന് പറഞ്ഞിട്ടുള്ള റിഫൈനറിയിലാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത്. ഡീസൽ പ്രോസസ്സിംഗ് യൂണിറ്റിലാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. സ്ഫോടനത്തെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരത്തിൽ തീജ്വാലകൾ ദൃശ്യമാകുന്നുണ്ടെന്ന് പ്രവാസവാസികൾ, അവിടെയുള്ള ആളുകൾ, പ്രാദേശികവാസികൾ പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെയുള്ള ഒരുപാട് പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. റിഫൈനറിയിൽ 770ഓളം ജീവനക്കാരുണ്ട്. പരിക്കേറ്റതുള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെ പുറത്തോട്ട് വിട്ടിട്ടില്ല. സാമ്പത്തിക ആഘാതം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ റിഫൈനറികളിൽ ഒന്നാണിത്. ഇതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് മൊത്തത്തിലൊരു ഇന്ധന ക്ഷാമം
വർദ്ധിക്കാനുള്ള കാരണമായേക്കും എന്നാണ് ഇപ്പം അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇനി ഇതിന് US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പശ്ചാത്തലം നോക്കേണ്ടതായിട്ടുണ്ട്. അതായത് FBI മുന്നറിയിപ്പ്, അമേരിക്കൻ മണ്ണിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായേക്കാം എന്ന് FBI നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാലിഫോർണിയ പോലീസിനാണ് പ്രധാനമായും ഈ ജാഗ്രതാ നിർദ്ദേശം മുമ്പ് FBI നൽകിയിട്ടുണ്ടായിരുന്നത്. ഇറാന്റെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ ഇന്നലെ അമേരിക്ക ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഇസ്രായേലും ചേർന്ന് തന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ടെക്സസിലെ ഈ ഒരു ഡീസൽ റിഫൈനറിയിലോട്ട് ഇത്തരത്തിലുള്ള സ്ഫോടനം നടന്നത്. അതിനാൽ തന്നെ ഇറാൻ തന്ന തിരിച്ചടിയാണോ ഇത് എന്ന് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമേരിക്കൻ ഇൻ്റലിജൻസും CIA കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അതിനുള്ള കാരണം. അപ്പം ഇത് പുറത്തുനിന്ന് ആരോ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇപ്പം ഈവൻ FBI പോലെ അല്ല അമേരിക്കൻ ഇൻ്റലിജൻസ് പോലും പറയുന്നത്. ട്രംപിൻ്റെ അവകാശവാദം എന്ന് പറഞ്ഞാൽ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ച നടക്കുന്നുണ്ടെന്നും 15 പോയിന്റ് കരാറാണ് ഏകദേശം ഇറാൻ മുന്നോട്ട് വെച്ചത് എന്നുള്ളതും അത് ഇറാൻ ഏകദേശം അല്ലെങ്കിൽ ഇറാൻ്റെ ആ പറഞ്ഞ കാര്യങ്ങൾ ട്രംപ് അംഗീകരിക്കും എന്നൊക്കെ കുറച്ച് ഒരു പ്രസ്താവനയൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് അവിടെ ഇത്രയും വലിയൊരു എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളത്. ഇനി അത് ഇറാൻ്റെ തലയിൽ കെട്ടിവെക്കാനാണോ, ഇനി ആ പേരും പറഞ്ഞിട്ട് ഇറാനിൽ വല്ല ബോംബും കൊണ്ടുവിടാം അല്ലെങ്കിൽ ആണവ ബോംബ് വല്ലതും കൊണ്ടുവിടാനുള്ള അമേരിക്കയുടെ പ്ലാനാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതല്ലെങ്കിൽ അമേരിക്കക്കാർ തന്നെ ഇറാനെ എതിരെ, കാരണം അമേരിക്കയിൽ ഒരുപാട് പേര് ഇറാനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇറാനെതിരെ ലോകരാജ്യങ്ങളെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലൊക്കെ വരട്ടോ, ഇറാൻ നിങ്ങളുടെയൊക്കെ രാജ്യത്ത് വന്ന് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കും എന്ന് കാണിക്കാൻ വേണ്ടി അമേരിക്ക തന്നെ ഉണ്ടാക്കിയതാണോ എന്നവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അപ്പം അങ്ങനെ ഒരു സംശയങ്ങളും പല ആളുകളും ഇപ്പം പുറത്തോട്ട് വന്ന് പറയുന്നുണ്ട്. ഇനി മറ്റ് ചില പ്രധാന പോയിന്റുകൾ ഇന്നിപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളത് ടെൽ-അവീവിലും ജെറുസലേമിലും ഹൈഫയിലും ഒക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് കൊണ്ടാണ്ട് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെൽ-അവീവിന് നേരെ ഇറാൻ നടത്തിയ ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണത്തിനെ കുറിച്ചാണ് ഈ ഒരു ന്യൂസ് പറയുന്നത്. ടെൽ-അവീവിൽ മിസൈൽ വർഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഏകദേശം ഓരോ മിസൈലിൻ്റെ ഉള്ളിലും 1000 കിലോ ഒക്കെ വരുന്ന സ്ഫോടക വസ്തുക്കളാണ് നിറച്ച്. ചെറിയ ചെറിയ ഡ്രോണുകൾക്കുള്ളിൽ വരെ 100-150 കിലോ സ്ഫോടക വസ്തുക്കൾ നിറച്ചിട്ടാണ് ഈ ഇറാൻ ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർക്ക് പരിക്കും, ഒരുപാട് മരണസംഖ്യയുണ്ട്. ഇതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, നമ്മുടെ മലയാളി ഒരാൾ മരിച്ചു എന്ന് കേട്ടു എന്നല്ലാണ്ട് അതിനുശേഷം അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഒരു വാർത്തകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ചിന്താ മതി ബാക്കിയുള്ള അവിടുത്തെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ന്യൂസുകൾ പുറത്തോട്ട് വരും എന്നുള്ളത്. ഒരുപാട് പേര് ഇസ്രായേലിൽ മരിച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ നാട്ടിലെ സംഘികളും കൃസംഘികളും പറയുന്നതെല്ലാം അവിടുത്തെ സത്യം. ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ നമ്മുടെ അവിടുന്ന് പോയ ഒരാളും മരണവാർത്ത നമ്മൾ കണ്ടു. ഇതുപോലെ എത്ര എണ്ണം കാഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഏതാണെങ്കിലും ഒരുപാട് നിരപരാധികൾ ഇതിൻ്റെ ഇടയിൽ വിട്ട് മരിച്ചു പോകുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം. രണ്ട് രാജ്യത്തും രണ്ട് ഭാഗത്തും ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ ഇതിനിടെ പെടുന്നുണ്ട്. അവരൊക്കെ രക്ഷിച്ച് അല്ലെങ്കിൽ ഇമ്മാതിരി കൊണവർത്താനം പറയുന്നവന്മാരുടെ തലയിലൊക്കെ മിസൈൽ വേണം പൊട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായാലും ചിന്തിച്ചു പോകണം. ഇങ്ങനത്തെ ചില വാർത്തകൾ പാവപ്പെട്ട കുറേ കുട്ടികളല്ലാത്ത ആൾക്കാർക്കും ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ നമ്മൾ രണ്ട് രാജ്യത്തും നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഏതാണെങ്കിലും പരിക്കുകളുടെയും നാശനഷ്ടങ്ങളുടെയും 4 വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു ആക്രമണത്തിൽ കുറഞ്ഞത് ഒരു 100-200 പേരെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് സെൻസേർഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നത്. അതുമാത്രമല്ല പാർലമെൻറ്റിൻ്റെ അടുത്ത്, അതായത് ഇറാൻ്റെ നെസറ്റിൻ്റെ അടുത്ത് വരെ ഈ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പാർലമെൻറ്റ് നെസറ്റിൽ രാത്രികാല സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം പാർലമെൻറ്റ് വരെ, അതായത് നെസറ്റ് വരെ ഇറാൻ തൂക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മന്ത്രിമാരും അല്ലെങ്കിൽ അവിടുത്തെ കക്ഷികളും ആരും രാഷ്ട്രീയക്കാരും ഒന്നും ആ വഴിക്ക് രാത്രികാലങ്ങളിലോട്ട് പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പം അമേരിക്ക എന്തിനായിരിക്കും അമേരിക്ക ഈ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് എന്ന് നമ്മൾ ഇന്നലെ എല്ലാവരും ഒഴിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാം തീർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ മിസൈലുകൾ തുരുതുര ഇസ്രായേലിലോട്ട് വെക്കുമ്പം അല്ലെങ്കിൽ ഗൾഫിലെ മറ്റ് ബേസിലോട്ട് വെക്കുമ്പം അത് റീഫിൽ ചെയ്യാൻ, ബാറ്ററി ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സാവകാശം മാത്രമായിരിക്കാം. അതല്ലെങ്കിൽ 5 ദിവസം കൊണ്ട് മറ്റു വല്ല രഹസ്യ ഓപ്പറേഷൻസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇറാനെ താഴ്ത്താം അല്ലെങ്കിൽ ഇറാൻ്റെ റെജീമിനെ വീഴ്ത്താം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. അല്ലാണ്ട് അമേരിക്ക യുദ്ധം നിർത്താൻ അല്ലെങ്കിൽ നിർത്താനുള്ള പെട്ടെന്ന് ഒരു വെടിനിർത്തൽ നിർത്തി പോകാനുള്ള പരിപാടി അല്ല അമേരിക്കയ്ക്ക്. ഇനി അമേരിക്ക നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കാനുള്ള താല്പര്യം കാണിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും ഇറാൻ വിട്ടു തരാൻ അവർ തീരുമാനിക്കും. അവർ തീരുമാനിച്ചിട്ടില്ല. തല പോയാൽ ഉടല് നീട്ടി നിന്നിട്ട് യുദ്ധം ചെയ്യും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ മുമ്പിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്തൊക്കെ ഗിമിക്ക് കളിച്ചു കഴിഞ്ഞാലും നീ വെച്ചട വേണ്ടി നിന്നെ തീർക്കാനുള്ള ഞാൻ ചെയ്തോളാം എന്നുള്ള അവസ്ഥയിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അതാണെങ്കിൽ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ ഇതേ സമയം വരെ വന്നിട്ടുള്ള ന്യൂസ്. ഇനി എന്തൊക്കെയാണ് പുതിയ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ശരി.